ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫിലിം ടെല്ലർ ഫാമിലി. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു വെറൈറ്റി കൊറിയൻ ക്രൈം ത്രില്ലർ മൂവിയാണ്. ഒട്ടു സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ഹീറോ. അവൻ പലരിൽ നിന്നായി കുറേയധികം പൈസ കടം വാങ്ങിച്ചിട്ടുണ്ട്. വാങ്ങിയ പണം തിരിച്ചു കൊടുക്കാൻ പറ്റാതെ കൂടുതൽ പ്രശ്നത്തിലായിരിക്കുകയാണ് നമ്മുടെ ഹീറോ. ആ സമയത്താണ് പൈസ കടം കൊടുത്തൊരുത്തൻ വന്നിട്ട് അവനോട് പറയുന്നത്, നീ വാങ്ങിയ പണമൊന്നും തിരിച്ചു തരണ്ട, വേണമെങ്കിൽ ഞാൻ ഇനിയും പൈസ നിനക്ക് അങ്ങോട്ട് തരാം. പക്ഷേ നീ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം. കാര്യം എന്താണെന്ന് വെച്ചാ, എനിക്ക് വേണ്ടി ഒരാളെ നീ കൊല്ലണമെന്ന് അയാൾ പറയുന്നു. വേറെ വഴിയില്ലാതെ ഹീറോ അത് ചെയ്യാമെന്ന് സമ്മതിക്കുന്നു. അങ്ങനെ ആ കൊലപാതകത്തിന് വേണ്ടി ചൈനയിൽ നിന്നും സൗത്ത് കൊറിയയിലേക്ക് പോകുന്ന ഹീറോയുടെ കഥയാണ് ഈ സിനിമ. സ്റ്റാർട്ടിംഗ് മുതൽ എൻഡിംഗ് വരെ നമ്മൾ പ്രതീക്ഷിക്കാത്ത അത്രയും ടെസ്റ്റുകൾ നിറഞ്ഞിരിക്കുന്ന ഒരു അടിപൊളി കൊറിയൻ ക്രൈം ത്രില്ലർ. 2010 റിലീസ് ചെയ്ത ദ യെല്ലോ സീ. വൺസ് അഗെയിൻ വെൽക്കം ടു ഫിലിം ടെല്ലർ. ഫ്രണ്ട്സ്, ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കഥയുടെ തുടക്കത്തിൽ ചൈനയിൽ എൻബിയാൻ എന്നൊരു സ്ഥലമാണ് കാണിക്കുന്നത്. അവിടെ ചൈനക്കാരേക്കാൾ കൂടുതൽ സൗത്ത് കൊറിയക്കാരാണ് താമസിക്കുന്നത്. കാരണം ചൈനീസ് സിവിൽ വാറിന് ശേഷം അവിടെയുണ്ടായിരുന്ന കൊറിയക്കാർക്കെല്ലാവർക്കും ചൈനീസ് പൗരത്വം കൊടുത്ത് ചൈനയിൽ തന്നെ ജീവിക്കാൻ അനുമതി കൊടുത്തിരുന്നു. ചൈനീസ് സിറ്റിസൺഷിപ്പ് കൊടുത്താലും അവർ കൊറിയക്കാർ തന്നെയാണല്ലോ. അതുകൊണ്ട് തന്നെ ചൈനീസ് ജനതയ്ക്ക് ഇവരെ ഇഷ്ടമല്ലായിരുന്നു. ഈ വേർതിരിവ് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അവിടെയുള്ള കൊറിയക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിരുന്നു. പല തൊഴിലവസരങ്ങളിൽ നിന്നും അവരെ മാറ്റി നിർത്തി. അതുകൊണ്ട് തന്നെ എംബിയാനിലെ കൊറിയക്കാർ ഭൂരിഭാഗവും തൊഴിൽ രഹിതരായിരുന്നു. മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പല നിയമവിരുദ്ധമായ ജോലികൾ ചെയ്യാൻ അവർ നിർബന്ധിതരായിരുന്നു. അവിടെ എംബിയാനിൽ തന്നെ താമസിച്ചിരുന്ന ഒരു ടാക്സി ഡ്രൈവറാണ് നമ്മുടെ നായകൻ. അവന്റെ പേരാണ് ഗു. അവന് ഭാര്യയും ഒരു കുട്ടിയുമുണ്ട്. ആ കുട്ടിയെ നോക്കുന്നത് ഇപ്പോൾ ഗുവിന്റെ അമ്മയാണ്. കാരണം അവന്റെ ഭാര്യ സൗത്ത് കൊറിയയിലേക്ക് ഒരു ജോലി തേടി പോയിരിക്കുകയാണ്. സൗത്ത് കൊറിയയിലെ സ്ത്രീകൾക്ക് കുറെ ജോലി അവസരങ്ങൾ ഉള്ളതുകൊണ്ട് അവൾ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോയതാണ്. പക്ഷേ പോയതിനു ശേഷം അവളിൽ നിന്ന് ഒരു വിവരവുമില്ല. ഒരു ഫോൺ കോളും വന്നിട്ടില്ല. മാസങ്ങളായിട്ടും ഒരു പൈസയും അയച്ചിട്ടില്ല. അവിടെ അവൾക്ക് എന്തു പറ്റിയെന്നറിയാതെ നമ്മുടെ നായകൻ വല്ലാത്തൊരവസ്ഥയിലാണ്. ഗു വളരെ കഷ്ടപ്പെട്ട് ടാക്സി ഓടിച്ചാണ് ആ കുടുംബത്തെ നോക്കുന്നത്. ഈ കഷ്ടപ്പാടുകൾക്കിടയിലും നമ്മുടെ നായകന് ഒരു ദുശ്ശീലമുണ്ട്: ചൂതാട്ടം. പകൽ മൊത്തം ടാക്സി ഓടിച്ചുണ്ടാക്കുന്ന പൈസ വെച്ച് വൈകുന്നേരം ക്ലബിൽ പോയി കളിക്കുന്നു. ഒരു ചൈനീസ് ഗാംബ്ലിംഗ് ആണത്. ഗു ആ കളി കളിക്കുന്ന സീനാണിത്. ഒരു ചൈനീസ് ഗാങ്സ്റ്ററും ടീമും അവന്റെ കൂടെയിരുന്ന് കളിക്കുന്നുണ്ട്. ആ കളിയിൽ അവൻ തോൽക്കുന്നു. അന്നും ഗുവിന്റെ പൈസ മൊത്തം പോകുന്നു. ആ ഗാങ്സ്റ്ററും ടീമും കൂടി അവനെ ഒത്തിരി കളിയാക്കുന്നുണ്ട്. ഈ ചൂതാട്ടം മാത്രമാണോ അവന്റെ പ്രശ്നമെന്ന് ചോദിച്ചാൽ അല്ല. ഇതിനുവേണ്ടി അവൻ കുറെ പേരുടെ കയ്യിൽ നിന്നും പണം കടം വാങ്ങിച്ചിരിക്കുന്നു. കൂടാതെ ഭാര്യയെ കൊറിയയിലേക്ക് അയക്കാൻ വേണ്ടിയും പൈസ കുറെ ചെലവാക്കിയിരുന്നു. അവരെല്ലാം തന്നെ പൈസ തിരിച്ചു ചോദിച്ച് അവനെ വിരട്ടുന്നുണ്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ആരെങ്കിലും കടം തിരിച്ചു ചോദിക്കാൻ വേണ്ടി വന്നിരിക്കും. പതിവ് പോലെ തന്നെ ഒരുത്തൻ വന്ന് അവനെ തട്ടി ഉണർത്തുന്നു. ഉറക്കത്തിൽ ഗു പറയുന്നുണ്ട്, വെയിറ്റ് ഡാർലിംഗ്, 5 മിനിറ്റ് എന്ന്. എന്താടാ, കടം വാങ്ങിച്ച പൈസ തിരിച്ചു ചോദിക്കാൻ വരുമ്പോ അവന്റെ ഒരു ഡാർലിംഗ്? സമ്പാദിച്ച പൈസ എല്ലാം ക്ലബിൽ കൊണ്ട് കൊടുത്തിട്ട് ഇവിടെ ചുമ്മാ കിടന്നുറങ്ങുന്നോ? എഴുന്നേക്കടാ, പോയി പണിയെടുത്ത് പൈസ കൊണ്ടു തന്നോ, അല്ലെങ്കിൽ നിന്നെ ഞാൻ പൊക്കിയെടുത്ത് കൊണ്ടുപോകും. എന്നിട്ട് നിന്റെ കിഡ്നി എടുത്ത് കൊടുത്തിട്ടായാലും ഞാൻ എന്റെ പൈസ വാങ്ങുമെന്നും പറഞ്ഞ് ഗുവിനെ ശരിക്കും ഒന്ന് പെരുമാറിയിട്ട് അവന്മാർ അവിടെ നിന്നും പോകുന്നു. അതെല്ലാം കഴിഞ്ഞ് പതിവ് പോലെ ഡ്രൈവർ ഡ്യൂട്ടിക്ക് പോവുകയാണ് ഗു. അവന് ഡ്രൈവർ ഡ്യൂട്ടി മാത്രമല്ല, ഒത്തിരി കഷ്ടപ്പെട്ട് ലഗേജും മറ്റു സാധനങ്ങളും പലയിടങ്ങളിലായി എത്തിച്ചു കൊടുത്തും എല്ലാമാണ് പൈസ ഉണ്ടാക്കുന്നത്. അപ്പോഴാണ് വഴിക്ക് വെച്ച് ഒരു സ്ത്രീയെ കാണുന്നത്. ആ സ്ത്രീയാണ് സൗത്ത് കൊറിയയിലേക്ക് സ്ത്രീകളെ റിക്രൂട്ട് ചെയ്ത് ജോലിക്ക് വിടുന്നത്. അവന്റെ ഭാര്യയും ഈ സ്ത്രീ വഴി തന്നെയാണ് പോയത്. അവനെ കണ്ടതും ആ സ്ത്രീ അവനെ കാണാത്തതുപോലെ തിരിഞ്ഞു നടക്കുന്നു. ഗു പോയി അവരെ തടഞ്ഞു നിർത്തി ചോദിക്കുന്നു, എന്റെ ഭാര്യയുടെ എന്തെങ്കിലും വിവരം കിട്ടിയോ? അപ്പോൾ ആ സ്ത്രീ പറയുന്നു, നോക്കൂ ഗു, നിന്റെ വൈഫിന്റെ അടുത്ത് നിന്നും എനിക്കൊരു അറിയിപ്പും വന്നിട്ടില്ല. കൂടാതെ പൈസ അയച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു അവൾ അവിടെ ആരെങ്കിലും കിട്ടി സുഖമായി അവിടെ തന്നെ സെറ്റിൽ ആയിട്ടുണ്ടാവുന്നു. നീ അവളെക്കുറിച്ച് ഓർത്ത് നടക്കണ്ട, മറന്നേക്കുമെന്നും പറഞ്ഞ് ആ സ്ത്രീ പോകുന്നു. ഇത് കേട്ടതും ഗു വളരെ വിഷമത്തിലാവുന്നു. സൗത്ത് കൊറിയയിൽ സ്ത്രീകൾക്ക് ഒത്തിരി ജോലി അവസരങ്ങൾ ഉള്ളത് കൊണ്ടാണ് കടം വാങ്ങിയായാലും അവളെ അയച്ചത്. പക്ഷേ അവളുടെ ഒരു വിവരവും ഇല്ല. ഗുവിന് ഭാര്യയെ ഒത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അവൻ വല്ലാതെ വിഷമിക്കുന്നു. ഗു അതെല്ലാം ഓർത്ത് ക്ലബിൽ പോയി അന്ന് പണിയെടുത്തുണ്ടാക്കിയ പൈസയും കൊണ്ടുപോയി കളിച്ചു കളയുന്നു. അന്നത്തെ കളിയിലും ഗു തന്നെ തോൽക്കുന്നു. ജയിച്ചവൻ ഗുവിനെ ഒത്തിരി കളിയാക്കുന്നുണ്ട്. അവനൊരു ചൈനീസാണ്. അതുകൊണ്ട് തന്നെ അവന്മാർ ഗുവിനോട് പറയുന്നുണ്ട്, നീ വരുത്തനല്ലേ, ഇറങ്ങിപ്പോകാനൊക്കെ പറയുന്നു. ഇതെല്ലാം കേട്ട് ദേഷ്യം വന്ന ഗു അവരുമായി അവിടെ കിടന്ന് തല്ലുകൂടുന്നു. ഗു തല്ലുപിടിക്കുന്നതെല്ലാം ഒരു ഗ്യാങ്സ്റ്റർ നോക്കി നിൽക്കുന്നുണ്ട്. അവനാണ് കഴിഞ്ഞ ദിവസം ഗുവുമായി കളിച്ചത്. അങ്ങനെ പിറ്റേ ദിവസവും വീട്ടിൽ കിടന്നിറങ്ങുമ്പോൾ രാവിലെ തന്നെ കടം കൊടുത്തൊരുത്തൻ വന്ന് ഗുവിനെ എഴുന്നേൽപ്പിക്കുന്നു.
ഇന്നും അടിക്കാൻ പോവുകയാണോ എന്ന് അവൻ ചിന്തിക്കുമ്പോഴാണ് വന്നവൻ പറയുന്നത്, പേടിക്കണ്ട, നിനക്ക് നല്ല കാലം വന്നു. നീ എൻ്റെ കൂടെ വാ, നിനക്കൊരു പണിയുണ്ടെന്നും പറഞ്ഞ് ഗുവിനെ അവൻ ആ ക്ലബിൽ വെച്ച് കാണിച്ച ഗ്യാങ്സ്റ്ററിന്റെ അടുത്തേക്കാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത്. ആ ഗ്യാങ്സ്റ്ററും ഗുവും കൂടി ഒരു വണ്ടിയിലിരുന്ന് സംസാരിക്കുന്ന സീനാണിത്. ഗ്യാങ്സ്റ്റർ പറയുന്നുണ്ട്, എനിക്ക് നിന്റെ കാര്യങ്ങളെല്ലാം അറിയാം. ഭാര്യ സൗത്ത് കൊറിയയിൽ പോയതും അവളുടെ ഒരു വിവരവുമില്ലാത്ത നീ കഷ്ടപ്പെടുന്നതുമല്ല. അവൾ ചിലപ്പോൾ അവിടെ ആരെങ്കിലും കെട്ടി സുഖമായി ജീവിക്കുന്നുണ്ടാവും. നീ അവളെ അങ്ങ് മറന്നേക്ക്. അത് കേട്ടതും ഗുവിന് ദേഷ്യം വന്ന് ആ വണ്ടിയിൽ നിന്നും ഇറങ്ങിപ്പോകാൻ തുടങ്ങുകയാണവൻ. അപ്പോൾ ഗ്യാങ്സ്റ്റർ പറയുന്നു, ഡാ ഒരു നിമിഷം നിൽക്കടാ, ഞാൻ പറയുന്നത് മൊത്തം കേട്ടിട്ട് പോ. നിനക്ക് ഗുണമുള്ള കാര്യമാണ്. നാട് മൊത്തം നീ കടം വാങ്ങി വെച്ചിരിക്കുകയല്ലേ. കടം വീട്ടാൻ വേണ്ടി നീ കാണിക്കുന്ന കാര്യങ്ങളെല്ലാം എനിക്കറിയാം. നിന്നെ ഇവിടെ കൊണ്ടുപോയി വിട്ട ആ 2 പേർക്ക് നീ $60,000 കൊടുക്കാനുണ്ട്. നീ അത് എവിടെ നിന്ന് എടുത്തു കൊടുക്കും? ഞാൻ നിന്നെ സഹായിക്കാം. ഞാൻ നിനക്ക് ആ പൈസ മൊത്തം തരാം. ഒരു ജോലിയുണ്ട്, വെറും 10 നാൾ കൊണ്ട് പണി തീർക്കണം. 10 ദിവസം കൊണ്ട് പണി തീർത്ത് തിരിച്ചു വന്നാൽ ഈ പറഞ്ഞ പൈസ മൊത്തം നിനക്ക് സ്വന്തം. അതെന്ത് ജോലി? 10 ദിവസം കൊണ്ട് ഇത്രയും രൂപ കിട്ടുന്നതെന്ന് ഗു ചോദിക്കുമ്പോൾ, വേറൊന്നുമല്ല, ഞാൻ കാണിച്ചു തരുന്ന ഒരാളെ നീ കൊല്ലണം. അയാൾ സൗത്ത് കൊറിയയിലാണുള്ളത്. ഇത് കേട്ടതും ഗു ഞെട്ടുന്നു. നീ എന്താ വിചാരിക്കുന്നത്? ഈ പണി ചെയ്യാൻ എനിക്കിവിടെ വേറെ ആളെ കിട്ടില്ലെന്നാണോ? ഞാൻ ഇന്നലെ നീ ആ ക്ലബിൽ വെച്ച് അവന്മാരുടെ തല്ലുകൊണ്ട് കഷ്ടപ്പെടുന്നത് കണ്ടിരുന്നു. നിന്നെ ഒന്ന് സഹായിക്കാമെന്ന് വെച്ചാണ് ഞാനിത് നിന്നോട് പറഞ്ഞത്. സോ നിനക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം നാളെ നീ എൻ്റെ സ്ഥലത്തേക്ക് വന്നാൽ മതി എന്നും പറഞ്ഞ് അയാൾ പോകുന്നു. നമ്മുടെ ഗു വീട്ടിൽ പോയിട്ട് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്, ഇത് ചെയ്യണോ വേണ്ടയോ എന്ന്. ലോകം മൊത്തം കടം വാങ്ങി കൂട്ടിയിരിക്കുകയാണ്. എല്ലാ ദിവസവും രാവിലെ കടം തന്ന ആളുകൾ അടിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. പണം ആവശ്യമാണ്. കൂടാതെ ഭാര്യയെക്കുറിച്ചൊരു വിവരവുമില്ല. അവിടെ ചെന്ന് ഭാര്യയ്ക്ക് എന്തായെന്ന് അന്വേഷിക്കുകയും ചെയ്യാം. അതെല്ലാം ആലോചിച്ച് പറഞ്ഞ ജോലി ഏറ്റെടുക്കാമെന്ന് അവൻ ഉറപ്പിക്കുന്നു. അടുത്ത ദിവസം രാവിലെ ഗു ഗാങ്സ്റ്ററിന്റെ അടുത്തേക്ക് പോയി പറഞ്ഞ പണി ചെയ്യാമെന്ന് സമ്മതിക്കുന്നു. അപ്പോൾ തന്നെ ഗ്യാങ്സ്റ്റർ ഗു ആരെയാണ് കൊല്ലേണ്ടത്, ആൾ ഏത് അഡ്രസ്സിൽ ഉണ്ടാവുമെന്ന് ഒരു സ്ലിപ്പിൽ എഴുതി കൊടുക്കുന്നു. എന്നിട്ട് അത് മനഃപ്പാടമാക്കാൻ പറയുന്നു. ഗു ആ സ്ലിപ്പ് മനഃപ്പാടമാക്കിയതിനു ശേഷം ഗ്യാങ്സ്റ്റർ ആ സ്ലിപ്പ് കത്തിച്ചു കളയുന്നു. എന്നിട്ട് ഗ്യാങ്സ്റ്റർ പറയുന്നു, ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയായി ഓർത്തു വെച്ചോളൂ. നേരെ സൗത്ത് കൊറിയയിലേക്ക് പോയി അവനെ നിരീക്ഷിക്കണം. പറ്റിയ അവസരം നോക്കി അവനെ തീർക്കണം. നിനക്ക് 10 ദിവസം മാത്രമേ സമയമുള്ളൂ. അവനെ തീർത്തതിനു ശേഷം തെളിവിനായി അവന്റെ കയ്യിലെ തള്ളവിരൽ കട്ട് ചെയ്ത് കൊണ്ടുവരണം. ദേ, ഇതാണ് അക്കൗണ്ട് പാസ്ബുക്ക്. ഇതിൽ $57,000 ഡെപ്പോസിറ്റ് ചെയ്തു കഴിഞ്ഞു. ബാക്കി പണിതീർത്ത് വരുമ്പോൾ ഈ അക്കൗണ്ടിന്റെ പാസ്വേഡ് ഞാൻ നിന്നോട് പറയും. അപ്പോൾ ഈ പൈസ നിനക്ക് സ്വന്തം. ഓക്കെ, ശരിയെന്ന് പറഞ്ഞ് ആ അഡ്രസ്സ് മനഃപ്പാടമാക്കിയിട്ട് അവിടെ നിന്നും പോകുന്നു. അവൻ നേരെ പോകുന്നത് ഹാർബറിലേക്കാണ്. കാരണം അവിടെ നിന്നാണ് സൗത്ത് കൊറിയയിലേക്ക് ഇല്ലീഗലായിട്ട് പോകേണ്ടത്. അതിനുവേണ്ട ഏർപ്പാടുകളെല്ലാം ഗ്യാങ്സ്റ്റർ ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ സുഖമായി അവൻ സൗത്ത് കൊറിയയിൽ എത്തുന്നു. അവിടെ ഒരു സ്ഥലത്ത് അവനെ താമസിപ്പിക്കുകയാണ്. അവിടെ അവന് വേണ്ട ഭക്ഷണമെല്ലാം ഗ്യാങ്സ്റ്ററുടെ ഒരാൾ കൊടുക്കുന്നുണ്ട്. അവിടെ വെച്ച് അയാൾ ഗുവിനോട് ചോദിക്കുന്നു, ശരി, നിനക്ക് വന്ന കാര്യം അറിയാലോ? അഡ്രസ്സൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. 10 ദിവസമാണ് നിനക്കുള്ളത്. അതിനു മുമ്പ് പണിയെല്ലാം തീർത്ത് തിരിച്ചു നിന്റെ നാട്ടിലേക്ക് പോകണമെങ്കിൽ ഈ പറയുന്ന ഈ അഡ്രസ്സിലേക്ക് വരണം. കറക്റ്റ് 10ാമത്തെ ദിവസം. ലേറ്റായി വരുന്നതെങ്കിൽ അതോടെ കഴിഞ്ഞു. നീ ജീവിതകാലം മൊത്തം ഇവിടെ സൗത്ത് കൊറിയയിൽ കഴിയേണ്ടി വരും. നിനക്ക് 10 ദിവസത്തിന് വേണ്ട ഭക്ഷണത്തിന്റെ പൈസ എല്ലാം ഇതിലുണ്ട് എന്നും പറഞ്ഞ് അവനെ പറഞ്ഞുവിടുന്നു. ഗു അവിടെ നിന്ന് നേരെ പോകുന്നത് ടാർഗറ്റ് താമസിക്കുന്ന സ്ഥലത്തേക്കാണ്. അതൊരു വലിയ അപ്പാർട്ട്മെന്റ് ആയിരുന്നു. ഗുവിന് ടാർഗറ്റിന്റെ മുഖവും അഡ്രസ്സും എല്ലാം അറിയാം. പക്ഷേ നേരെ പോയി അവിടെ ചെന്ന് കൊല്ലാൻ പറ്റില്ല. അതിന് ടാർഗറ്റ് എപ്പോഴാണ് വരുന്നത്, അവിടെ നിന്ന് എപ്പോഴാണ് പോകുന്നതെല്ലാം കറക്റ്റായി നോട്ട് ചെയ്യണം. ആ ഡീറ്റെയിൽസ് എല്ലാം കിട്ടിയാൽ മാത്രമേ ഒരു നല്ല പ്ലാൻ ഉണ്ടാക്കി കൊലപാതകം നടത്താൻ പറ്റുള്ളൂ. അവൻ കുറച്ചു ദിവസം ഡീറ്റെയിൽ ആയിട്ട് നോട്ട് ചെയ്തിട്ടും ടാർഗറ്റ് വരുന്നതും പോകുന്നതിനും ഒരു കറക്റ്റ് പാറ്റേൺ അവന് കിട്ടുന്നില്ല. ക്ഷമ നശിച്ച് ഗു നേരെ ആ അപ്പാർട്ട്മെന്റിലേക്ക് പോയി കാര്യങ്ങളെല്ലാം ഒന്നുകൂടി നോക്കി മനസ്സിലാക്കാമെന്ന് തീരുമാനിക്കുന്നു. അവിടെ ചെന്ന് നോക്കുമ്പോൾ ആ അപ്പാർട്ട്മെന്റ് വളരെ സെക്യൂറാക്കി വെച്ചിരിക്കുകയാണ്. കാരണം ഫ്രണ്ടിൽ തന്നെ ഒരു മെറ്റൽ ഡോറുണ്ട്. കൂടാതെ മോഷൻ സെൻസറും അലാറവും എല്ലാം ഉണ്ട്. അതെല്ലാം നോക്കി തിരിച്ചു വരുമ്പോൾ പെട്ടെന്ന് ഒരാൾ അങ്ങോട്ടേക്ക് കടന്നു വരുന്നു. അതാണ് പ്രൊഫസർ. അത് തന്നെയാണ് ഗുവിന്റെ ടാർഗറ്റ്. പ്രൊഫസർ അപ്പോൾ ചോദിക്കുന്നു, നിങ്ങളാരാ, എന്താ ഇവിടെ നിൽക്കുന്നത്? അപ്പോൾ ഗു പറയുന്നു, ഞാൻ 2nd ഫ്ലോറിൽ നിന്നും വരികയാണ്. 2nd ഫ്ലോറിൽ നിന്നും വരികയാണെങ്കിൽ ലിഫ്റ്റ് വഴി വന്നാൽ പോരെ, പിന്നെ എന്തിനാ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നതെന്ന് പ്രൊഫസർ ചോദിക്കുന്നു. മറുപടി ഒന്നും പറയാൻ പറ്റാതെ അവിടെ നിൽക്കുമ്പോൾ പ്രൊഫസർ തന്നെ പറയുന്നു, നിങ്ങൾ ശരിക്കും അഭയാർത്ഥി വല്ലതുമാണോ? താമസം അന്വേഷിച്ച് വല്ല കിടക്കാനും സ്ഥലം നോക്കി വന്നതാണോ എന്ന്. അപ്പോഴേക്കും പ്രൊഫസറിന്റെ ഡ്രൈവർ അങ്ങോട്ടേക്ക് ഓടി വരുന്നു. ഇതാരാണ് സർ, ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോഴേക്കും പ്രശ്നമൊന്നുമില്ല, ഇതൊരു അഭയാർത്ഥിയാണ്.
അയാൾ കിടക്കാൻ സ്ഥലാന്വേഷിച്ച് വന്നതാണെന്നും പറഞ്ഞ് പ്രൊഫസർ കുറച്ച് ഡോളർ ഗുവിന് നേരെ നീട്ടുന്നു. അതും വാങ്ങി ഗു പെട്ടെന്ന് അവിടെ നിന്നും രക്ഷപ്പെടുന്നു. പ്രൊഫസർ പകൽ മൊത്തം അങ്ങോട്ട് വരാറില്ല. രാത്രി നേരം വൈകി ഒരു 3 മണിയോടടുപ്പിച്ചാണ് വരുന്നത്. പ്രൊഫസറിനെ കൊന്നു തള്ളുന്നതിന് തടസ്സമായി നിൽക്കുന്നത് ആ ഡ്രൈവറാണ്. അവൻ അത്യാവശ്യം സ്ട്രോങ് ആയ ഒരു മനുഷ്യനാണ്. ആ ഡ്രൈവറിനെ ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തി പ്രൊഫസറിനെ കൊല്ലുന്നത് അത്ര എളുപ്പമല്ല. പ്രൊഫസറിനെ അപ്പാർട്ട്മെന്റിലാക്കിയതിനു ശേഷം പ്രൊഫസർ മുകളിലത്തെ റൂമിൽ സേഫായി അകത്ത് കയറിയതിനു ശേഷം ആ മോഷൻ സെൻസർ ലൈറ്റ് ഓഫായാൽ മാത്രമേ ആ ഡ്രൈവർ അവിടെ നിന്ന് പോവുകയുള്ളൂ. അങ്ങനെ ഇതെല്ലാം നോക്കി മനസ്സിലാക്കി ഗു ഒരു പ്ലാൻ ഇടുന്നു. ഒരു ദിവസം പകൽ സമയത്ത് അവിടെ വന്നിട്ട് ഗു പ്ലാൻ ചെയ്യുന്നു. ഇവിടെ അപ്പാർട്ട്മെന്റ് ഡോറിനോട് ചേർന്ന് എവിടെയെങ്കിലും ഒളിഞ്ഞിരുന്നിട്ട് പ്രൊഫസറെ കീഴ്പ്പെടുത്തണം. എന്നിട്ട് ഒരു കടലാസ് എന്തെങ്കിലും ചുരുട്ടി മോഷൻ സെൻസറിന് നേരെ എറിയുമ്പോൾ അത് തീർച്ചയായും കത്തും. കുറച്ചു കഴിഞ്ഞാൽ തനിയെ ലൈറ്റ് തെളിഞ്ഞ് ഓഫാകും. ലൈറ്റ് ഓഫായാൽ പ്രൊഫസർ അകത്ത് പോയെന്ന് കരുതി ഡ്രൈവർ അവിടെ നിന്ന് പൊക്കോളും. അതിനുശേഷം അവിടെ നിന്നും നൈസായി രക്ഷപ്പെടാം. അങ്ങനെ പ്ലാനെല്ലാം ചെയ്തുകൊണ്ടിരുന്ന സമയത്തും വൈഫിനെ കുറിച്ച് അവൻ ചിന്തിക്കുന്നുണ്ട്. അവളെക്കുറിച്ചും അന്വേഷിക്കാൻ ആരംഭിക്കുന്നു. വൈഫ് കോൺട്രാക്ടർ വഴി പൈസയെല്ലാം കെട്ടി ലീഗലായാണ് സൗത്ത് കൊറിയയിലേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾ ജോലിക്ക് വന്ന സ്ഥലത്ത് പോയി അന്വേഷിച്ചപ്പോൾ ഗുവിന് അറിയാൻ കഴിയുന്നു 1 മാസമായി അവൾ അവിടെ ജോലിക്ക് വന്നിട്ടെന്ന്. അവളെക്കുറിച്ച് വേറെന്തെങ്കിലും വിവരം ലഭിക്കുമോ എന്ന് അന്വേഷിക്കുമ്പോഴാണ് അവിടുത്തെ മറ്റു ജോലിക്കാർ പറയുന്നത് ഒരു വെള്ള കളർ വാനിൽ ഫിഷ് ഡെലിവറി ചെയ്യുന്ന ഒരു വയസ്സായ ആളുമായി അവളെപ്പോഴും സംസാരിക്കാറുണ്ടെന്ന്. അയാളോട് ചോദിച്ചാൽ എന്തെങ്കിലും അറിയാൻ പറ്റുമെന്ന് അവർ പറയുന്നു. നേരെ ഫിഷ് മാർക്കറ്റിൽ പോയി പറഞ്ഞ ആളെക്കുറിച്ച് അന്വേഷിക്കുന്നു. അങ്ങനെ അയാളെ കണ്ടുപിടിച്ച് അയാളോട് ഗുവിന്റെ വൈഫിനെ കുറിച്ച് അന്വേഷിക്കുന്നു. അവളുടെ ഫോട്ടോ കാണിച്ച് അവളെക്കുറിച്ച് ചോദിക്കുമ്പോൾ തന്നെ ആ വയസ്സിന്റെ മുഖത്തിൽ ഒരു ഭാവവ്യത്യാസം കാണുന്നത് ശ്രദ്ധിക്കുന്നു. എന്തോ കള്ളത്തരം തോന്നിയ ഗു അയാളെ നന്നായി അടിച്ച് കാര്യങ്ങൾ ചോദിച്ചറിയുന്നു. അവൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് മനസ്സിലാക്കിയ ശേഷം നേരെ അങ്ങോട്ട് പോകുന്നു. അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു അടിപിടി നടന്ന പോലെ സാധനങ്ങളെല്ലാം കിടക്കുന്നു. അക്കൂട്ടത്തിൽ ഗുവിന്റെയും വൈഫിന്റെയും കൊച്ചു കുഞ്ഞിന്റെയും ഫോട്ടോ കിടക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ട് ഗു വളരെ വിഷമിക്കുന്നു. ഉടനെ തൊട്ടടുത്ത വീട്ടിൽ പോയി അവിടെ എന്താണ് നടന്നതെന്ന് അന്വേഷിക്കുമ്പോൾ അവർ പറയുന്നു കുറച്ചു നേരം മുമ്പേ ഇവിടെ താമസിച്ചിരുന്ന പെണ്ണും വേറൊരാളുമായി ഭയങ്കര തല്ലപിടുത്തമുണ്ടായി. അവൾ അവിടെ നിന്നും പോയി എന്ന്. ഇതെല്ലാം കണ്ട് ഗുവിന് മനസ്സിലാവുന്നു അവൾ എന്തോ ഒരു വലിയ കുഴപ്പത്തിൽ പെട്ടിരിക്കുകയാണ്. അവളെ എന്തായാലും രക്ഷിക്കണം. ഇവിടെ വന്നിരിക്കുന്നത് വേറൊരു പണി കൂടി തീർക്കാൻ വേണ്ടിയാണ്. പ്രൊഫസറിനെ കൊല്ലണം. നാളെയാണ് ഗാങ്സ്റ്റർ തന്ന 10ാം ദിവസം കഴിയുന്നത്. പ്രൊഫസറിനെ കൊല്ലണം, വൈഫിനെയും രക്ഷിക്കണം. അതുകൊണ്ട് നേരെ പോയി ഗാങ്സ്റ്ററിനെ ഫോൺ വിളിച്ച് സംസാരിക്കുകയാണ്. എനിക്ക് 2 ദിവസം കൂടി സമയം തരണം. അതിനുള്ളിൽ പ്രൊഫസറെ കൊന്നിട്ട് തിരിച്ചു വരാമെന്ന് പറയുന്നു. എടാ, നീ എന്തു വേണേലും ചെയ്തോ, പക്ഷേ നാളെ ഞാൻ പറഞ്ഞ ആളെ കൊന്നിട്ട് അവന്റെ തള്ളവിരലുമായി നീ ഇവിടെ വന്നിരിക്കണം. അതല്ല എങ്കിൽ നിന്നെയും കൊല്ലും, ഇവിടെ നാട്ടിലുള്ള നിന്റെ അമ്മയും ആ കൊച്ചിനെയും കൊല്ലും. ഇതും പറഞ്ഞ് ഗാങ്സ്റ്റർ കോള് കട്ട് ചെയ്യുന്നു. ഇത് കേട്ടതും ഗു ചിന്തിക്കുന്നു, നാളെ പ്രൊഫസറിനെ കൊല്ലണം, കൂടാതെ വൈഫിനെയും രക്ഷിക്കണം. ഗു നേരെ പോയി വൈഫ് താമസിച്ചിരുന്ന വീടിനടുത്തുള്ള ആളെ കണ്ടിട്ട് കുറെ പൈസ കൊടുത്തിട്ട് പറയുന്നു, സർ, എനിക്കൊരു ഉപകാരം ചെയ്യണം. ഇനി ആ വീട്ടിലേക്ക് ആര് വന്നാലും, വൈഫാണെങ്കിലും അതല്ല വേറെ ആരാണെങ്കിലും, നിങ്ങൾ പെട്ടെന്ന് പോയി ഡോറൊന്ന് ലോക്ക് ചെയ്തിടണം. ഞാൻ കൃത്യം 4 മണിക്ക് തിരിച്ചു വരും. നിങ്ങൾ ഈ ഒരു ഹെൽപ്പ് മാത്രം ചെയ്യണമെന്ന് പറഞ്ഞ് പൈസ കൊടുക്കുന്നു. അങ്ങനെ രാത്രിയായി. സമയം 3:10. ഗു പ്രൊഫസറിനെ കൊല്ലാനായി അവിടെ അപ്പാർട്ട്മെന്റിനടുത്ത് ഒളിച്ചിരിക്കാനായി അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ വേറെ 2 പേർ മുന്നേ തന്നെ ഒളിച്ചിരിക്കുന്നത് ഗു കാണുന്നു. ആരാടേത്? നമ്മളെക്കാളും മുമ്പ് അവിടെ വന്നിരിക്കുന്നതെന്ന് ആലോചിക്കുമ്പോഴാണ് പ്രൊഫസറിന്റെ കാർ അങ്ങോട്ടേക്ക് വരുന്നത്. പ്രൊഫസറിനെ ഇറക്കിയതിനു ശേഷം ഡ്രൈവർ അവിടെ തന്നെ വെയിറ്റ് ചെയ്യുന്നു. പ്രൊഫസർ അങ്ങോട്ടേക്ക് കയറി വരുമ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന 2 പേരും പ്രൊഫസറിനെ അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെ അവിടെ വലിയൊരു സംഘടനം നടക്കുന്നു. പ്രൊഫസർ അതിലൊരുത്തനെ പിടിച്ചു തള്ളി താഴേക്കിടുന്നു. അവൻ പോയി വീഴുന്നത് നേരെ കാറിന് മുകളിലേക്കാണ്. ഇത് കണ്ടതും പ്രൊഫസറിന് എന്തോ അപകടമാണെന്ന് മനസ്സിലാക്കിയ ഡ്രൈവർ അങ്ങോട്ടേക്ക് ഓടി വരുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന ഗു ഡ്രൈവർ തീർച്ചയായും പ്രൊഫസറിനെ രക്ഷിക്കും, ഇനി വേറൊരു അവസരം കിട്ടില്ല, എങ്ങനെയെങ്കിലും പ്രൊഫസറിനെ കൊല്ലണമെന്നും വിചാരിച്ച് അങ്ങോട്ടേക്ക് കയറി ചെല്ലുമ്പോൾ ആ കാഴ്ച കണ്ട് ഗു ഞെട്ടുകയാണ്. പ്രൊഫസറിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഓടിയ ഡ്രൈവർ തന്നെ പ്രൊഫസറിനെ കൊല്ലുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പ്രൊഫസറിനെ കൊല്ലണമെന്ന് വേറൊരു ടീം കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഡ്രൈവർ പ്രൊഫസറിനെ കൊല്ലുന്നത് ഗു കണ്ടിരിക്കുന്നു. ഡ്രൈവറും ഗുവിനെ കണ്ടിരിക്കുന്നു. കൊല ചെയ്തത് കണ്ട ഗുവിനെ ഡ്രൈവർ വെറുതെ വിടുമോ? അവൻ ഗുവിനെ കൊല്ലാൻ വേണ്ടി ഗുവിന് നേരെ തിരിയുന്നു. അപ്പോൾ ഗു പറയുന്നുണ്ട്, അയ്യോ, എന്നെ ഒന്നും ചെയ്യല്ലേ, ഞാനും പ്രൊഫസറിനെ കൊല്ലാൻ വേണ്ടി വന്നതാണ്. എനിക്ക് തള്ളവിരൽ മാത്രം മതി എന്നല്ല. പക്ഷേ ഡ്രൈവർ ഇതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. അവൻ ഗുവിനെ ആക്രമിക്കുകയാണ്. അങ്ങനെ അവർ 2 പേരും തമ്മിൽ വലിയൊരു ഉന്തുന്തള്ളും ഉണ്ടാവുന്നു. ഒരു ഘട്ടത്തിൽ എങ്ങനെയോ ഡ്രൈവർ കാൽ വഴുതി പടിക്കെട്ടിൽ നിന്നും പുറത്തേക്ക് വീഴുന്നു.
ആ വീഴ്ചയിൽ ഡ്രൈവറുടെ കഥയും കഴിയുന്നു. ഗു നോക്കുമ്പോൾ നമ്മുടെ പ്രൊഫസറും പ്രൊഫസറിനെ കൊല്ലാൻ വന്ന രണ്ടുപേരും ആ ഡ്രൈവറും എല്ലാവരും മരിച്ചിരിക്കുന്നു. എന്തായാലും പ്രൊഫസർ കൊല്ലപ്പെട്ടു. തെളിവിനായി ആ തള്ളവിരൽ മുറിച്ചെടുക്കാമെന്ന് വിചാരിച്ച് അതിന് ശ്രമിക്കുമ്പോൾ മുകളിൽ നിന്ന് സൗണ്ട് കേൾക്കുന്നു. അതാരാണെന്ന് നോക്കുമ്പോൾ അത് പ്രൊഫസറുടെ വൈഫാണ്. അവർ നോക്കുമ്പോൾ മരിച്ചു കിടക്കുന്ന പ്രൊഫസറും ഡ്രൈവറും പിന്നെ രണ്ടുപേരെയുമാണ് കാണുന്നത്. ഇത് കണ്ടതും ആ സ്ത്രീ അലമുറയിട്ട് കരയുന്നു. അപ്പോഴേക്കും പോലീസ് അങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. കാരണം ആദ്യം തന്നെ മുകളിൽ നിന്നും ഒരാളെ പ്രൊഫസർ തള്ളിയിട്ട് കൊന്നിരുന്നില്ലേ? അതിന്റെ സൗണ്ട് കേട്ട് അടുത്തുള്ള അപ്പാർട്ട്മെന്റിലുള്ള ആളുകൾ പോലീസിൽ വിവരം അറിയിച്ചിരുന്നു. പോലീസ് അകത്തേക്ക് ഓടിവരുന്നത് കണ്ട് ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ കു നേരെ മുകളിൽ നിന്ന് എടുത്തു ചാടുന്നു. അവൻ പോയി വീഴുന്നത് നേരെ പോലീസിന്റെ കാറിന്റെ മുകളിലേക്കാണ്. അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ നോക്കുകയാണ്. പിന്നാലെ പോലീസും ഓടിച്ചിടുന്നുണ്ട്. ഗു എങ്ങനെയോ ഒരുവിധം പോലീസിൽ നിന്നും രക്ഷപ്പെടുന്നു. പോലീസിന് ഗുവിന്റെ രൂപമെല്ലാം CCTVയിൽ നിന്നും ലഭിച്ചിരുന്നു. അത് വെച്ച് സിറ്റി മൊത്തം അവനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗു ചിന്തിക്കുന്നു, എന്തായാലും ഗ്യാങ്സ്റ്റർ ഏൽപ്പിച്ച പണി നടന്നിരിക്കുന്നു. തള്ളവിരലും അവൻ മുറിച്ചെടുത്തിരിക്കുന്നു. ഇനി തിരിച്ചു പോകാനുള്ള വഴി ആലോചിക്കണം. അതിനായി അവൻ ഗ്യാങ്സ്റ്ററിനെ വിളിക്കുന്നു. അപ്പോൾ ഗ്യാങ്സ്റ്റർ കോൾ എടുക്കുന്നില്ല. അവിടെ നിന്നും ഒരു റെസ്പോൺസും ഇല്ല. അവന് മനസ്സിലാവുന്നു ഇത് ഗ്യാങ്സ്റ്റർ തനിക്കിട്ട് വെച്ച പണിയാണെന്ന്. കൊല്ലം നടത്തിയതിനു ശേഷം പൈസ തരാതെ തന്നെ ഇവിടെ പെടുത്താനുള്ളൊരു പണിയാണെന്ന് അവന് മനസ്സിലാവുന്നു. എന്തായാലും അത് പോയി. ഇനി ഭാര്യയെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണമെന്ന് കരുതി ബസ്സിൽ അങ്ങോട്ടേക്ക് പോവുകയാണ്. പക്ഷേ വഴിക്ക് വെച്ച് ഒരു ചെക്ക് പോസ്റ്റിൽ ബസ് പോലീസ് തടയുന്നു. പോലീസിന് കൊലയാളിയുടെ ഫോട്ടോ ലഭിച്ചു കഴിഞ്ഞതുകൊണ്ട് തന്നെ ഗു അപകടത്തിലാണ്. ഗുവിനെ വളഞ്ഞു പിടികൂടുന്നു. അങ്ങനെ പോലീസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ബലപ്രയോഗം നടത്തുന്ന ഗു പോലീസിന്റെ ഒരു ഗൺ കൈക്കലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുകണ്ട് മറ്റൊരു പോലീസുകാരൻ ഷൂട്ട് ചെയ്യാനായി എയിം ചെയ്ത് വെടിവെക്കുമ്പോൾ അത് പോയി കൊള്ളുന്നത് ഗുവിനെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്ന മറ്റൊരു പോലീസുകാരന്റെ ദേഹത്താണ്. അവിടെ വെച്ച് ആ പോലീസുകാരൻ മരണപ്പെടുന്നു. അവിടെ നിന്നും ആ ഗ്യാപ്പിൽ ഗു ഓടി രക്ഷപ്പെടുന്നു. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് കുറേയധികം പോലീസുകാരെത്തി ഗുവിന് വേണ്ടി തിരച്ചിൽ ഊർജിതമാക്കുന്നുണ്ട്. അങ്ങനെ പോലീസിനെ കൊന്ന കുറ്റവും ഗുവിന്റെ തലയിലാകുന്നു. അടുത്ത സീനിൽ ഒരു വലിയ ബിസിനസ്സുകാരന്റെ അടുത്തേക്ക് ഒരു അസിസ്റ്റന്റ് ചില വിവരങ്ങൾ അറിയിക്കുന്നതാണ് കാണിക്കുന്നത്. സർ, നമ്മുടെ പ്രൊഫസർ കൊല്ലപ്പെട്ടിരിക്കുന്നു. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. അയാളെ കൊല്ലാനായി നമ്മളയച്ച ആളുകളും കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇത് കേട്ട് ആ ബിസിനസ്സുകാരൻ പറയുന്നു, അങ്ങനെയെങ്കിൽ നമ്മുടെ പ്ലാൻ വേറെ ആരോ മനസ്സിലാക്കിയിരിക്കുന്നു. അവനായിരിക്കും നമ്മുടെ ആളുകളെയും കൊന്നത്. അവൻ തീർച്ചയായും നമുക്ക് ആപത്താണ്. അവനെ കണ്ടുപിടിച്ച് അവനെ തീർക്കണം. അല്ലെങ്കിൽ നമ്മളാകും ഇതിന്റെ പിന്നിലെന്ന് പുറത്തുവരും. ഗുവിനെ കണ്ടുപിടിക്കാനായി അയാളും കളത്തിലിറങ്ങുന്നു. ശരിക്കു പറഞ്ഞാൽ ഈ ബിസിനസ്സുകാരനും ആ പ്രൊഫസറും ഫ്രണ്ട്സാണ്. അവർ പാർട്ട്നേഴ്സ് കൂടിയാണ്. ഈ ബിസിനസ്സുകാരൻ തന്നെയാണ് പ്രൊഫസറിനെ കൊല്ലാൻ വേണ്ടി ആളെ വിട്ടത്. അതിനിടയിലേക്കാണ് ഗു വന്നതും ആകെ പ്രശ്നമായതും. അങ്ങനെ ആ ബിസിനസ്സുമാൻ മനസ്സിലാക്കുന്നു, പോലീസിന്റെ വിവരമനുസരിച്ച് ചൈനയിൽ നിന്ന് വന്നിരിക്കുന്ന ഏതോ അഭയാർത്ഥിയായ കൊറിയക്കാരൻ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നതെന്ന്. അങ്ങനെ ചൈനയിൽ നിന്നും പുറത്തേക്ക് അഭയാർത്ഥികളെ കൊണ്ടുവരുന്ന ഇങ്ങനെ ബിസിനസ് നടത്തുന്ന ഏജന്റുമാരെ എല്ലാത്തിനെയും പൊക്കി അവരെ ഇടിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്നു. അപ്പോൾ അയാൾക്കൊരു കാര്യം മനസ്സിലാവുന്നു, ഇവർ വെറും ഏജന്റുമാരാണ്. ഇല്ലീഗലായി കാര്യങ്ങൾ ചെയ്യാനായി ചൈനയിൽ നിന്നും ആളുകളെ കടത്തുന്നതാണ് ഇവരുടെ പരിപാടി. പക്ഷേ ഇവർക്ക് ആളെ കടത്തു മാത്രമേ ഉള്ളൂ. ചൈനയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന ഇവരുടെ ഒരു ലീഡറുണ്ട്. അവർക്ക് മാത്രമേ കാര്യങ്ങൾ എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ ചൈനയിൽ നിന്നും കൊറിയയിലേക്ക് ആളെ കടത്തുന്ന ഗ്യാങ്സ്റ്ററുടെ ഡീറ്റെയിൽസ് ഇവർ മനസ്സിലാക്കുന്നു. ബിസിനസ്സുകാരൻ അയാളുടെ ആളുകളോട് പറയുന്നു, ചൈനയിൽ പോയി ആ ഗാങ്സ്റ്ററെ തീർത്തിട്ട് വരാൻ. അങ്ങനെ ആ ഗാങ്സ്റ്ററിനെ കൊന്നുതള്ളാൻ വേണ്ടി ഇവിടെ നിന്നും ഒരു ടീം അങ്ങോട്ടേക്ക് പോവുകയാണ്. ഈ സമയം നമ്മുടെ ഗു കാട്ടുവഴിയിലൂടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അവന്റെ ദേഹത്ത് ധാരാളം മുറിവുകൾ പറ്റിയിട്ടുണ്ട്. അവന് പോലീസുകാരിൽ നിന്നും വെടിയേറ്റിട്ടുമുണ്ട്. അങ്ങനെ ഒരുവിധം അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് അവൻ. നേരെ പോകുന്നത് സൗത്ത് കൊറിയയിൽ. അവന് ആദ്യ ദിവസം താമസിക്കാനായി ഒരു സ്ഥലം ഏർപ്പാടാക്കിയില്ലേ, അങ്ങോട്ടേക്കാണ്. പക്ഷേ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അവശനായ ഗു അവിടെ നിന്നും കിട്ടിയ ഭക്ഷണമെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ TV-യിൽ ഒരു വാർത്ത ശ്രദ്ധിക്കുന്നു. ഒരു സൈക്കോ കില്ലർ ഒരു പെണ്ണിനെ ക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നു. ആ സമയത്താണ് അവന് സൗത്ത് കൊറിയയിൽ വേണ്ട ഏർപ്പാട് ചെയ്ത ആ ഏജന്റിനെ വീണ്ടും കാണുന്നത്. ഗു അയാളെ ഇടിച്ചു കെട്ടിയിട്ട് നല്ല അടിയടിച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അയാൾ പറയുന്നു, ഇതെല്ലാം ഗ്യാങ്സ്റ്റർ പറഞ്ഞിട്ടാണ് താൻ ചെയ്തത്, വേറെ ഒന്നും എനിക്കറിയില്ല എന്ന്. അങ്ങനെ അയാളെ ഇടിച്ചിടിച്ച് ഗുവിന് നാട്ടിലേക്ക് പോകാൻ ഒരു ബോട്ട് ഏർപ്പാട് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. മരണഭയം കൊണ്ട് അയാൾ അതിന് വേണ്ട ഏർപ്പാടുകൾ ഉണ്ടാക്കുന്നു. ഗു അവിടെ കാത്തിരിക്കുമ്പോഴാണ് TV-യിൽ ആ വാർത്ത വീണ്ടും വരുന്നത്. സ്ത്രീയെ കൊലപ്പെടുത്തിയ സൈക്കോ കില്ലറെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അയാളുടെ ഫോട്ടോ കാണിക്കുമ്പോഴാണ് ശരിക്കും ഗു ഞെട്ടുന്നത്. അത് ആ ഡ്രൈവറായിരുന്നു. ഗുവിന്റെ വൈഫിനെ കൂട്ടിക്കൊണ്ടുപോയ ആ ആൾ തന്നെ. ഇത് കണ്ടതും ഗു ആകെ തളർന്നു പോകുന്നു.
ഇനി അയാൾ കൊലപ്പെടുത്തിയിരിക്കുന്നത് ഗുവിന്റെ വൈഫിനെ തന്നെയാണോ? അതെങ്ങനെയെങ്കിലും അറിയണം. പക്ഷേ അവിടെ നേരിട്ട് പോയി നോക്കാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഗു ഒരു കൊലയാളിയാണ്. അങ്ങോട്ട് പോയാൽ പോലീസ് അറസ്റ്റ് ചെയ്യും. ഇതേസമയം ഗാങ്സ്റ്ററിനെ കൊല്ലാനായി കൊറിയയിൽ നിന്നും ഗുവിന്റെ നാട്ടിലേക്ക് പോയ ടീമും ഗാങ്സ്റ്ററും തമ്മിൽ അവിടെ ഏറ്റുമുട്ടുന്നു. പക്ഷേ ഗാങ്സ്റ്റർ എല്ലാവരെയും കൊന്നു തള്ളുന്നു. എന്നിട്ട് വന്നവരുടെ കൂട്ടത്തിലെ അവസാനത്തെ ഒരുത്തനോട് കാര്യങ്ങൾ തിരക്കുന്നു. എന്നെ കൊല്ലാൻ ആരാണ് ഇങ്ങോട്ടേക്ക് ആളെ വിട്ടതെന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൻ പറയുന്നു, സൗത്ത് കൊറിയയിലുള്ള ഒരു ബിസിനസ്മാൻ ആണ്. ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഒരാളെ കൊല്ലാൻ പോവുകയായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് നിന്റെ ആള് വന്ന് എല്ലാം കുളമാക്കി. അവനെല്ലാരെയും കൊന്നു. അതുകൊണ്ട് ആ ബിസിനസ്സുകാരൻ പിടിക്കപ്പെടുമോ എന്നുള്ള ഭയത്തിലാണ് അയാൾ ഞങ്ങളെ ഇങ്ങോട്ടേക്ക് അയച്ചത്. അതിന് പിന്നിലുള്ളവരെ കണ്ടുപിടിച്ച് തീർക്കണം. അതാണ് ഞങ്ങൾക്ക് കിട്ടിയ ഓർഡർ. അപ്പോൾ നമ്മുടെ ഗ്യാങ്സ്റ്ററിന് കാര്യം മനസ്സിലാവുന്നു. ഇതെല്ലാം ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് മാത്രമാണ്. അതുകൊണ്ട് ഞാൻ സൗത്ത് കൊറിയയിലേക്ക് വന്നിട്ട് നിങ്ങളുടെ ബോസിനെ കണ്ട് സ്ട്രെയിറ്റ് ആയി കാര്യം പറയാം എന്നും പറഞ്ഞ് ഗ്യാങ്സ്റ്റർ നേരെ അയാളെയും കൂട്ടി സൗത്ത് കൊറിയയിലേക്ക് പോകുന്നു. ദേ നോക്ക്, ഞാൻ ചെയ്യുന്ന പണിയും നീ ചെയ്യുന്ന പണിയും ഏകദേശം ഒന്ന് തന്നെയാണ്. ഇതിപ്പോ ഒരു ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ് മാത്രമാണ്. ഞാനും പ്രൊഫസറെ കൊല്ലാൻ തന്നെയാണ് വന്നത്. എന്നിട്ട് നീ ഇപ്പോൾ ചുമ്മാ എന്നെ കൊല്ലാൻ നടക്കുന്നു. ഇനി ഞാൻ നിന്റെ വഴിക്കും വരുന്നില്ല, നീ എൻ്റെ വഴിക്കും വരരുത്. അപ്പോൾ ബിസിനസ്സുകാരൻ പറയുന്നു, ഞാൻ കൊല ചെയ്യാൻ വന്നത് നീ അയച്ച ആള് കണ്ടു. അതുകൊണ്ട് അവനും ചാവണം, അല്ലെങ്കിൽ അതെനിക്കൊരു പ്രശ്നമാകും. അത്രയുള്ളൂ കാര്യം. അവനെ അയച്ചത് ഞാൻ തന്നെയാണ്. ഞാൻ തന്നെ അവനെ തീർത്തോളാം. സോ ഇനി നമുക്കിടയിൽ ഒരു പ്രശ്നവുമില്ല എന്ന് ഗ്യാങ്സ്റ്റർ പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ഹാൻഡ് ഷേക്ക് ചെയ്ത് അവിടെ നിന്ന് പിരിയുന്നു. ആ സമയം നമ്മുടെ നായകൻ ഒരു കാറിൽ വിഷമിച്ച് ക്ഷീണിതനായിരിക്കുകയാണ്. കാരണം കൊല്ലപ്പെട്ടത് തന്റെ ഭാര്യയാണോ എന്നറിയാൻ ഒരു നിവൃത്തിയുമില്ല. നേരെ പോയാൽ പോലീസിന്റെ കയ്യിൽ പിടിക്കപ്പെടും. ശരി, നാട്ടിലേക്ക് പോകാൻ ഏർപ്പാടാക്കിയ ബോട്ടിനടുത്തേക്ക് പോകാമെന്ന് കരുതി കാർ സ്റ്റാർട്ട് ചെയ്ത് ഹൗസ് ബോട്ടിലേക്ക് പോകുന്നു. ഗു പോയതിനു ശേഷമാണ് നമ്മുടെ ഗ്യാങ്സ്റ്ററും ടീമും കൂടി ആ സ്ഥലത്തേക്ക് വരുന്നത്. അവിടെ കെട്ടിയിട്ടിരിക്കുന്ന ആ ഗ്യാങ്സ്റ്റർ ഏജന്റിനെ കണ്ടിട്ട് കാര്യങ്ങൾ തിരക്കുന്നു. അപ്പോൾ അയാൾ പറയുന്നു, ഗു ഹാർബറിലേക്ക് പോയിട്ടുണ്ട്, വേഗം പോയി പിടിക്കാൻ. അങ്ങനെ ഗ്യാങ്സ്റ്ററും ടീമും നേരെ ഹാർബറിലേക്ക് പോയി ഗുവിനെ വളയുന്നു. അവിടെ വെച്ച് ഗുവിന് നല്ല തല്ല് കിട്ടുന്നുണ്ട്. അവിടെ നിന്നും ഒരുവിധം ഓടി ഒരു കാർ എടുത്ത് ഗു രക്ഷപ്പെടുകയാണ്. അപ്പോൾ ഗുവിനൊരു കാര്യം മനസ്സിലാവുന്നു. ഇനി നാട്ടിലേക്ക് പോകാൻ ഒരിക്കലും കഴിയില്ല. ഇനി ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, തൻ്റെ ഭാര്യ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നറിയണം. ആ സൈക്കോ കൊലപ്പെടുത്തിയത് തൻ്റെ ഭാര്യ തന്നെയാണോ എന്നറിയണം. അതിനായി ഗു ഒരാളെ ഫോണിൽ വിളിച്ച്, കുറേ പൈസ ഞാൻ തരാം, സ്റ്റേഷനിൽ പോയി കൊല്ലപ്പെട്ട പെണ്ണിന്റെ ബോഡി ഒന്ന് ഐഡന്റിഫൈ ചെയ്യണമെന്ന് പറഞ്ഞ് തൻ്റെ ഭാര്യയുടെ ഫോട്ടോ അയാളെ ഏൽപ്പിക്കുന്നു. അയാൾ ഗുവിന്റെ വൈഫിന്റെ ഫോട്ടോ വാങ്ങി അവിടെ പോയി ബോഡിയുമായി ഒത്തുനോക്കുന്നു. എന്നിട്ട് ഗുവിന് ഫോൺ ചെയ്ത് പറയുന്നു, നിങ്ങളുടെ ഭാര്യ തന്നെയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നതെന്ന്. ഇപ്പോൾ ഇങ്ങനെ ഇവിടെ വിട്ടിട്ട് പോയാൽ പോലീസ് ആ ബോഡി എവിടെയെങ്കിലും മറവ് ചെയ്യും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അവരുടെ മരണാനന്തര കർമ്മങ്ങൾ ചെയ്ത് ഇവിടെ അടക്കാമെന്നും അതിന് ഇനിയും കുറച്ചുകൂടി പണം തന്നാൽ മതിയെന്നും അയാൾ പറയുന്നു. ഇത് കേട്ട് വിഷമിച്ച് ഗു അയാളോട് പറയുന്നു, തൻ്റെ ഭാര്യയ്ക്ക് വേണ്ട അവസാന മര്യാദയെങ്കിലും ലഭിക്കണം. അവളുടെ ആത്മാവിനെങ്കിലും ശാന്തി ലഭിക്കണം. നിങ്ങൾ അതെനിക്ക് വേണ്ടി ചെയ്തു തരണം. ഞാൻ നിങ്ങൾക്ക് പണം അയക്കാമെന്ന് പറഞ്ഞ് അയാൾക്ക് പണം അയക്കുന്നു. സ്വന്തം ഭാര്യയും തന്നെ വിട്ടുപോയ അവസ്ഥയിൽ ഗു വളരെ വിഷമിക്കുന്നു. ഗു അതിനുശേഷം നേരെ പോകുന്നത് ആ പ്രൊഫസറുടെ വീട്ടിലേക്കാണ്. അവിടെ ചെന്ന് പ്രൊഫസറുടെ ഭാര്യയെ നേരിൽ കണ്ട് കാര്യങ്ങൾ പറയുന്നു. നിങ്ങളൊത്തിരി വിഷമത്തിലാണെന്ന് എനിക്കറിയാം. എന്നോട് ക്ഷമിക്കൂ. അന്ന് ഞാൻ നിങ്ങളുടെ ഹസ്ബൻഡിനെ കൊല്ലാൻ വേണ്ടി തന്നെ വന്നതാണ്. പക്ഷേ സത്യത്തിൽ ഞാനല്ല നിങ്ങളുടെ ഹസ്ബൻഡിനെ കൊന്നത്. അത് ചെയ്യാനായി മറ്റു 2 പേർ അന്ന് അവിടെ വന്നിരുന്നു. അവർക്കതിന് കഴിഞ്ഞില്ല. അവസാനം നിങ്ങളുടെ ആ ഡ്രൈവർ തന്നെയാണ് അദ്ദേഹത്തെ കൊന്നത്. അയാൾക്ക് പിന്നിൽ ആരാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ വിഷമിക്കണ്ട, അതാരാണെങ്കിലും ഞാൻ കണ്ടുപിടിച്ച് ശിക്ഷ കൊടുത്തിരിക്കും. അതിനുവേണ്ടി നിങ്ങൾ ഒരു കാര്യം മാത്രം പറഞ്ഞാൽ മതി. നിങ്ങളുടെ ഭർത്താവിന് ആരെങ്കിലും എതിരാളികളുണ്ടോ? അപ്പോൾ പ്രൊഫസറുടെ വൈഫും ആ ബിസിനസ്സുകാരനെ കുറിച്ചാണ് പറയുന്നത്. അയാളെ സംശയമുണ്ടെന്ന് അവൾ പറയുന്നു. ഈ സമയം നമ്മുടെ ഗ്യാങ്സ്റ്ററും ടീമും കൂടി ഹാർബറിൽ ഇരിക്കുമ്പോഴാണ് ബിസിനസ്മാൻ അങ്ങോട്ടേക്ക് ആളുകളെ അയക്കുന്നത്, ഗ്യാങ്സ്റ്ററിനെ തീർക്കാൻ വേണ്ടി. അവിടെ ഒരു വലിയ സംഘടനം തന്നെ നടക്കുന്നു. പക്ഷേ നമ്മുടെ ഗ്യാങ്സ്റ്റർ എല്ലാത്തിനെയും തീർക്കുന്നു. അവനോട് മര്യാദയ്ക്ക് കൈകൊടുത്ത് പറഞ്ഞതാണ് ഇനിയൊരു പ്രശ്നം വേണ്ട എന്ന്. പക്ഷേ അവൻ വെറുതെ ഇരുന്നില്ല. ഇനി അവൻ ചാവുന്നത് എന്റെ കൈകൊണ്ടാണെന്നും പറഞ്ഞ് ഗ്യാങ്സ്റ്റർ ബിസിനസ്സുകാരൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ആ സമയം ബിസിനസ്സുകാരൻ്റെ അടുത്ത് വന്ന് അസിസ്റ്റന്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം പറയുന്നു. ബേസ്മെന്റിൽ ഒരു തന്നെ കെട്ടിയിട്ടിട്ടുണ്ട്. അവൻ പുതിയൊരു കാര്യം പറഞ്ഞു. പ്രൊഫസറെ കൊന്നതിൽ 4ാമതൊരുത്തിനും കൂടി ഉണ്ടെന്ന്. അയാൾ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നതെന്ന്. അപ്പോഴാണ് മറ്റൊരു അസിസ്റ്റന്റ് വന്ന് പറയുന്നത്, ആ ചൈനീസ് ഗ്യാങ്സ്റ്റർ നമ്മുടെ ആളുകളെയെല്ലാം കൊന്ന് അവൻ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന്. ഇത് കേട്ടതും ബിസിനസ്മാൻ വല്ലാത്ത ദേഷ്യത്തിലായി. ആദ്യം ഗ്യാങ്സ്റ്ററിനെ തീർക്കാം, എന്നിട്ട് മതി ബാങ്ക് മാനേജറിന്റെ കാര്യം എന്നും പറഞ്ഞ് അയാൾ ഗ്യാങ്സ്റ്ററിന്റെ പുറകെ പോകുന്നു. ആ സമയം ഗു പ്രൊഫസറിന്റെ ഭാര്യ പറഞ്ഞ ആ ഡൗട്ട് ക്ലിയർ ചെയ്യാനായി
ബിസിനസ്മാന്റെ ഒരു അസിസ്റ്റന്റ് അടുത്തേക്ക് പോവുകയാണ്. അവനെ ഇടിച്ച് കാര്യങ്ങൾ ചോദിക്കുന്നു. അയാൾ പറയുന്നു ഇതിനെല്ലാം കാരണം ആ ബിസിനസ്സുകാരൻ തന്നെയാണെന്ന്. അങ്ങനെ അത് മനസ്സിലാക്കിയ ഗു പാർക്കിംഗ് യാർഡിൽ നിന്നും കാറെടുത്ത് അവിടെ നിന്നും പുറത്തേക്ക് വരുമ്പോൾ ഒരു വണ്ടി വന്ന് അവന്റെ കാറിലിടിക്കുന്നു. അപ്പോൾ തന്നെ ഗുവിന്റെ ബോധം പോകുന്നു. പിന്നീട് ബോധം വരുമ്പോൾ ഗു ഒരു കാറിന്റെ ഡിക്കി സ്പേസിലാണ് കിടക്കുന്നത്. അവനെ അവിടെ ആരോ കെട്ടിയിട്ടിരിക്കുകയാണ്. ഗു അവിടെ നിന്നും ഒരു വിധത്തിൽ പുറത്തു കിടക്കുമ്പോൾ അവനെ കാറിടിപ്പിച്ച് അപകടപ്പെടുത്തിയത് ഒരു ചെറിയ കൊട്ടേഷൻ പയ്യനാണെന്ന് മനസ്സിലാവുന്നു. അവൻ സത്യത്തിൽ ഒരു പേടിത്തൊണ്ടനാണ്. ഗു അവന്റെ അടുത്തേക്ക് ചെന്ന് അവനെ പേടിപ്പിക്കുമ്പോൾ അവൻ പറയുന്നു, ദേ നോക്ക്, എനിക്കൊന്നറിയില്ല, ബോസ് പറഞ്ഞിട്ടാണ് ഞാനിത് ചെയ്തത്. സോ വേണ്ട വേണ്ട എന്നും പറഞ്ഞ് അവൻ അവിടെ നിന്നും ബാക്കിലേക്ക് മാറാൻ ശ്രമിക്കുമ്പോൾ കാല് വഴുതി പിന്നോട്ട് വീണ് അവനും മരണപ്പെടുന്നു. ആ പയ്യൻ പറഞ്ഞ ആ ബോസ് ആരാണെന്നറിയാനായി ഗു ആ പയ്യന്റെ കാറിൽ നിന്നും എന്തെങ്കിലും വിവരം ലഭിക്കുമോ എന്നറിയാൻ വേണ്ടി ചെക്ക് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ നിന്നും ഒരു വിസിറ്റിംഗ് കാർഡ് കിട്ടുന്നു. അതിൽ ഒരു ബാങ്ക് മാനേജറുടെ പേരും ഡീറ്റെയിൽസുമാണുള്ളത്. ഗു അതിനുശേഷം നേരെ പോകുന്നത് ആ ബിസിനസ്സുകാരന്റെ അടുത്തേക്കാണ്. അതേസമയം ഗു ബിസിനസ്സുകാരന്റെ അങ്ങോട്ടേക്ക് എത്തും മുമ്പ് അവിടെ ഫസ്റ്റ് ഗ്യാങ്സ്റ്റർ എത്തിയിരുന്നു. അവിടെ വെച്ച് ഗ്യാങ്സ്റ്ററും ബിസിനസ്സുകാരന്റെ ആളുകളും തമ്മിൽ ഒരു വലിയ സംഘടന നടക്കുന്നു. അവസാനം ഗ്യാങ്സ്റ്റർ തന്നെ വിജയിക്കുന്നു. അവൻ ബാക്കിയുള്ളവരെയെല്ലാം തീർത്ത് ബിസിനസ്സുകാരനെ കെട്ടി വണ്ടിയിലിട്ടിട്ട് അവിടെ നിന്നും പോകുന്നു. പോകുന്ന വഴിയിൽ ബിസിനസ്സുകാരൻ രക്ഷപ്പെടാനായി വണ്ടിയിൽ നിന്നും എടുത്തു ചാടുന്നുണ്ട്. പക്ഷെ ഗ്യാങ്സ്റ്റർ വിടുന്നില്ല. അവൻ പുറകെ പോയി ആ ബിസിനസ്സുകാരനെ അടിച്ചു കൊല്ലുകയാണ്. ശേഷം അവിടെ നിന്നും പോകാമെന്ന് വിചാരിച്ച ഗ്യാങ്സ്റ്റർ വണ്ടിയിൽ കയറി ഇരിക്കുമ്പോഴാണ് അയാൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അയാളുടെ ദേഹമാസകലം മുറിവുകളിലൂടെ ഒരുപാട് രക്തം പോയിരിക്കുന്നു. അവസാനം ചോര വാർന്നൊലിച്ച് ഗ്യാങ്സ്റ്റർ ആ വണ്ടിയിൽ വെച്ച് തന്നെ മരണപ്പെടുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ബിസിനസ്സുകാരനെ കൊല്ലാമെന്ന് കരുതി ഗു വരുന്നത്. ഗുവും അവശനാണ്. അപ്പോഴാണ് ഗു ആ കാഴ്ച കാണുന്നത്. ഗ്യാങ്സ്റ്ററും കൊല്ലപ്പെട്ടിരിക്കുന്നു. കുറച്ചു ദൂരെ മാറി ബിസിനസ്സുകാരനും രക്തം വാർന്നൊലിച്ചു കിടക്കുന്നു. ഇതെന്താ ഇങ്ങനെ? ഞാൻ കൊല്ലണമെന്ന് വിചാരിച്ചു വരുന്ന എല്ലാവരും ഞാൻ എത്തും മുമ്പും മരിക്കുന്നു. ആ സമയത്താണ് ബിസിനസ്സുകാരൻ അയാളുടെ അവസാന വാക്കുപോലെ ഒരു കാര്യം ഗുവിനോട് പറയുന്നത്. അയാളുടെ ഭാര്യയും പ്രൊഫസറും തമ്മിൽ ഒരു വഴിവിട്ട ബന്ധമുണ്ട്. അതുകൊണ്ടാണ് പ്രൊഫസറെ തീർക്കാൻ അയാൾ ആളെ വിട്ടതെന്ന് പറഞ്ഞ് അയാൾ കണ്ണടയ്ക്കുന്നു. എന്നുവെച്ചാൽ നമ്മുടെ പ്രൊഫസറും ബിസിനസ്സുകാരന്റെ ഭാര്യയും തമ്മിൽ അടുപ്പത്തിലാണ്. പ്രൊഫസർ ബിസിനസ്സുകാരനെ ചതിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് പ്രൊഫസറെ കൊല്ലാൻ ബിസിനസ്മാൻ ആളെ വിട്ടത്. എന്തായാലും രണ്ടുപേരും മരണപ്പെട്ടിരിക്കുന്നു. തന്നെ കൊല്ലാൻ നടന്ന ബിസിനസ്മാനും ഗ്യാങ്സ്റ്ററും കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇനി വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് മനസ്സിൽ കരുതുമ്പോഴാണ് ഗുവിന് വേറൊരു ഡൗട്ട് വന്നത്. പിന്നെ എന്തിനാണ് ആ മൂന്നാമതൊരുത്തൻ എന്നെ കൊല്ലാൻ വേണ്ടി കിഡ്നാപ്പ് ചെയ്ത് കാറിന്റെ ഡിക്കിയിലിട്ടത്? അതിന് കൊട്ടേഷൻ കൊടുത്ത ബാങ്ക് മാനേജർ ആരാണ്? അവനെന്തിനാണ് എന്നെ കൊല്ലാൻ നോക്കുന്നത്? എങ്കിൽ നേരിട്ട് പോയി തന്നെ നോക്കാമെന്ന് കരുതി ഗു പിറ്റേ ദിവസം രാവിലെ ബാങ്കിന്റെ അഡ്രസ്സിലേക്ക് പോകുന്നു. അവിടെ ആ ബാങ്ക് മാനേജറെ കാണാനായി ഗു ഇരിക്കുകയാണ്. നോക്കുമ്പോൾ നല്ല സുന്ദരനായ ഒരു മനുഷ്യൻ. അതാണ് ആ ബാങ്ക് മാനേജർ. തൊട്ടടുത്ത് തന്നെ ഒരു സ്ത്രീ അയാളോടിരുന്ന് സംസാരിക്കുന്നുണ്ട്. അതാരാണെന്ന് നോക്കുമ്പോഴാണ് വലിയൊരു ട്വിസ്റ്റ്. അത് നമ്മളുടെ പ്രൊഫസറുടെ ഭാര്യയായിരുന്നു. അപ്പോഴാണ് ഗുവിന് എല്ലാം മനസ്സിലാകുന്നത്. അതായത് നമ്മുടെ ഈ പ്രൊഫസറിന്റെ വൈഫും ഈ ബാങ്ക് മാനേജറും തമ്മിൽ ഒരു രഹസ്യബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രൊഫസർ ജീവിച്ചിരുന്നാൽ ബാങ്ക് മാനേജർക്ക് ഒരിക്കലും പ്രൊഫസറുടെ ഭാര്യയെ സ്വന്തമാക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് ആ ബാങ്ക് മാനേജർ പ്രൊഫസറെ കൊല്ലാനുള്ള കൊട്ടേഷൻ നമ്മുടെ ഗ്യാങ്സ്റ്ററിനെ ഏൽപ്പിക്കുന്നത്. അങ്ങനെയാണ് ആ കൊട്ടേഷൻ നമ്മുടെ ഗുവിന്റെ അടുത്തെത്തുന്നത്. ഗ്യാങ്സ്റ്റർ പൈസയും വാങ്ങി പണിയും നടത്തി അതിനുശേഷം ഗുവിനെ അവിടെ പെടുത്താമെന്ന് കരുതി. പക്ഷേ ഈ കൊലയിൽ പ്രൊഫസറുടെ വൈഫിന് ബന്ധമുണ്ടെന്നറിയാതെ ഗു അവളുടെ അടുത്ത് തന്നെ പോയി കാര്യങ്ങളെല്ലാം അന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അവൾ ബിസിനസ്സുകാരനെ സംശയമുണ്ടെന്നും പറഞ്ഞ് അവരെ തമ്മിൽ അടുപ്പിച്ച് കൊല്ലാൻ വേണ്ടി വിട്ടത്. എന്നിട്ട് ഗുവെന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ബാങ്ക് മാനേജറെ വിളിച്ചു പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഗു ജീവിച്ചിരുന്നാൽ ഇനി ബാങ്ക് മാനേജർക്കും എന്തെങ്കിലും പണി വരുമോ എന്ന ഭയത്താലാണ് അയാൾ ഗുവിനെ കൊല്ലാൻ വീണ്ടും ആളെ വിട്ടത്. അവിടെ വെച്ച് ഗു പ്രൊഫസറിന്റെ വൈഫിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവർക്ക് രണ്ടുപേർക്കും മനസ്സിലാകുന്നു സത്യങ്ങളെല്ലാം ഇരുവരും അറിഞ്ഞിരിക്കുന്നു എന്ന്. പക്ഷേ അവർ ഒന്നും മിണ്ടുന്നില്ല. അവിടെ നിന്നും പോവുകയാണ്. സത്യത്തിൽ ഗുവിന്റെ മനസ്സ് തകർന്നിരിക്കുന്നു. കാരണം സ്വന്തം ഭാര്യ മരണപ്പെട്ടു. ഇത്രയേറെ കഷ്ടത അനുഭവിച്ചു. ആ വിഷമത്തിൽ സ്വന്തം ഭാര്യയുടെ ചിതാഭസ്മം വാങ്ങി അവിടെ നിന്നും പോവാൻ ശ്രമിക്കുകയാണ്. ഭാര്യയുടെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ ഏർപ്പാടാക്കിയാൽ ചിതാഭസ്മം ഗുവിനെ ഏൽപ്പിക്കുന്നുണ്ട്. അവൻ ഹാർബറിൽ പോയി ഒരു ബോട്ടുകാരനോട് തന്നെ ചൈനയിൽ എത്തിക്കണമെന്ന് പറയുന്നു. അയാൾ ശരിക്കും ഇല്ലീഗലായ ആളുകളെ നാടുകടത്തുന്ന ഒരു വയസ്സനാണ്. അയാളെ കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തി അവൻ അതിന് സമ്മതിപ്പിക്കുന്നു. ശരി എന്നും പറഞ്ഞ് അതിനയാൾ തയ്യാറാവുന്നു. ഗു ഇത്രയും ദിവസം കുറെ അടികൊണ്ടും പോലീസുകാരുടെ വെടികൊണ്ടുമെല്ലാം കുറെ രക്തം വാർന്നൊലിച്ചത് കൊണ്ടും ഇത്രയും ദിവസത്തെ കഷ്ടപ്പാടുകൾ കൊണ്ടും ശരീരമാകെ തളർന്നിരിക്കുന്നു.
അങ്ങനെ ആ നടുക്കടലിൽ വെച്ച് ചിന്തിക്കുകയാണ്, ഇനി ഞാൻ പോയിട്ട് എന്ത് ചെയ്യാനാണ്? താൻ ഇത്രയും സ്നേഹിച്ച ഭാര്യയും തന്നെ വിട്ടു പോയിരിക്കുന്നു. അവൾക്ക് വേണ്ടി ചെയ്ത ഈ കഷ്ടപ്പാടുകളും വെറുതെ ആയിരിക്കുന്നു. പോലീസിന് മുമ്പിൽ ഞാനൊരു വലിയ കൊലയാളി കൂടിയായിരിക്കുന്നു. അങ്ങനെയൊക്കെ ചിന്തിച്ച് ഗു മയങ്ങി വീഴുകയാണ്. അതീവ അവശനായ ഗു പിന്നീട് കണ്ണുകൾ തുറക്കുന്നില്ല. ഇതും മനസ്സിലാക്കിയ ആ വൃദ്ധൻ ഗുവിന്റെ ശരീരത്തിൽ ജീവനുണ്ടോ എന്ന് നോക്കുന്നു. അങ്ങനെ ഗുയുടെ യാത്രയും ലക്ഷ്യസ്ഥാനത്തെത്താതെ അവസാനിച്ചിരിക്കുന്നു. ആ വയസ്സൻ അങ്ങനെ ഗുവിന്റെ മൃതശരീരമെടുത്ത് ആ നടുക്കടലിൽ ഒഴുക്കുന്നു. ഈ സമയം ഗുയുടെ നാട്ടിൽ, അതായത് ചൈനയിൽ, ഒരു ട്രെയിനിൽ നിന്നും ഒരു സ്ത്രീ ഇറങ്ങുന്ന സീനാണ് കാണിക്കുന്നത്. അതാരാണെന്ന് നോക്കുമ്പോൾ അത് നമ്മുടെ ഗുയുടെ വൈഫാണ്. ഇതാണ് അവസാനത്തെ ട്വിസ്റ്റ്. അവൾ മരിച്ചിട്ടില്ലായിരുന്നു, അവൾ ജീവനോടെ ഇരിക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് അന്ന് സൗത്ത് കൊറിയയിൽ വെച്ച് ഗു ഏർപ്പാടാക്കിയ ആൾ വൈഫിന്റെ ഫോട്ടോയും ആ മരണപ്പെട്ട പെണ്ണിന്റെ ശരീരവും മാച്ച് ചെയ്ത് അത് ഗുവിന്റെ വൈഫ് തന്നെയാണെന്ന് സ്ഥിരീകരിച്ചത്? അതെ, അതും ഒരു മനുഷ്യന്റെ സ്വാർത്ഥതയായിരുന്നു. ആ വന്നവന് ഗുവിന്റെ കയ്യിൽ നിന്നും പണമടിക്കാൻ വേണ്ടി അവൻ പറഞ്ഞതാണ്. എന്നാൽ മാത്രമല്ലേ അന്ത്യകർമ്മങ്ങൾക്കെന്ന പേരിൽ ഗുവിൽ നിന്നും വീണ്ടും പണം തട്ടാൻ പറ്റുള്ളൂ. അന്ന് മരണപ്പെട്ടത് വേറെ ഏതോ പെണ്ണായിരുന്നു. അതറിയാതെ കുറെ പൈസ കൊടുത്ത് ഏതോ ഒരു പെണ്ണിന്റെ അസ്ഥിയെല്ലാം വാങ്ങി സ്വന്തം ഭാര്യയാണ് മരിച്ചതെന്ന് കരുതി വിഷമിച്ച് പിന്നെയും കഷ്ടതകൾ അനുഭവിച്ച് അവസാനം ആ വിഷമത്തിൽ തന്നെ ആ പാവം മരിച്ചു പോയിരിക്കുന്നു. ഇതൊന്നും അറിയാതെ തന്റെ പ്രിയതമനെ കാത്ത് അവിടെ വണ്ടിയിറങ്ങുന്ന അവൾ ഇത്രയും കഷ്ടപ്പെട്ട് അവളെ തേടി തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ആ നടുക്കടലിൽ വെച്ച് മരണപ്പെട്ടിരിക്കുന്നു എന്നറിയാതെ നടന്നു നീങ്ങുകയാണ്. ഇവിടെ വെച്ച് ഈ കഥ അവസാനിക്കുകയാണ്. ഈ സിനിമയിലൂടെ കടന്നു പോകുന്ന ഓരോ കഥാപാത്രങ്ങളും നമ്മുടെ മനസ്സിൽ മനുഷ്യനെന്ന പദത്തിന്റെ പല അർത്ഥങ്ങളാണ് കാണിച്ചു തരുന്നത്. അവസാന സീനിലെ ട്വിസ്റ്റ് മനസ്സിൽ വലിയൊരു കല്ലെടുത്ത് വെച്ച പോലെ ആയിപ്പോയി എന്ന് തോന്നുന്നുണ്ടോ ഫ്രണ്ട്സ്? കഥ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. ഇതുപോലുള്ള നല്ല സിനിമകളുമായി ഇനിയും കാണാം. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.